കേരളീയം അവാർഡുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 20,001 രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് അവാർഡ്. സാമൂഹ്യ പ്രതിബദ്ധത വിഷയമാക്കിയ റിപ്പോർട്ടുകളാണ് അവാർഡുകൾക്കുള്ള എൻട്രികളായി ക്ഷണിച്ചിരുന്നത്. ഈ എൻട്രികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 2023-ലെയും 2024-ലെയും അവാർഡുകൾ ആണ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത്. ദൃശ്യമാധ്യമങ്ങളിലെ മികച്ച റിപ്പോർട്ടിനുള്ള 2003-ലെ അവാർഡ് മനോരമ ന്യൂസ് ചാനലിലെ BL അരുൺ കരസ്ഥമാക്കി. മനോരമ ന്യൂസ് തിരുവനന്തപുരം ബ്യൂറോയിലെ സീനിയർ കറസ്പോണ്ടന്റാണ് അരുൺ. 2023 ഒക്ടോബർ 15-ന് ASI റേസ് സ്പോർട്സ് അക്കാദമി എന്ന റിപ്പോർട്ടാണ് അരുണിനെ അവാർഡിന് അർഹനാക്കിയത്. 2023-ലെ അവാർഡ് ദീപിക ദിനപത്രത്തിലെ റിച്ചർഡ് ജോസഫ് കരസ്ഥമാക്കി. ദീപിക തിരുവനന്തപുരം ബ്യൂറോയിലെ സീനിയർ റിപ്പോർട്ടറാണ് റിച്ചർഡ്. ദീപിക ദിനപത്രത്തിൽ 2023 ജനുവരി 24 മുതൽ 28 വരെ തീയതികളിൽ പ്രസിദ്ധീകരിച്ച അപകടം ഈ മാലിന്യം എന്ന ലേഖന പരമ്പരയാണ് റിച്ചർഡ് ജോസഫിനെ അവാർഡിന് അർഹനാക്കിയത്. ദൃശ്യമാധ്യമങ്ങളിലെ മികച്ച റിപ്പോർട്ടിനുള്ള 2024-ലെ അവാർഡ് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിലെ KM ബിജു കരസ്ഥമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട് ബ്യൂറോയിലെ ചീഫ് റിപ്പോർട്ടറാണ് ബിജു. 2024 ആഗസ്റ്റ് 27-ന് സംപ്രേഷണം ചെയ്ത ഒരു വാഹനാപകടം റിപ്പോർട്ടാണ് ബിജുവിനെ അവാർഡിന് അർഹനാക്കിയത്. വർദ്ധിച്ചു വരുന്ന ഇലക്ട്രോണിക് മാലിന്യങ്ങൾ ഒരു സാമൂഹിക പ്രശ്നമായി ഉയർന്നു വന്നു കഴിഞ്ഞുവെന്നും ഈ മാലിന്യത്തിൻ്റെ വിവിധ പ്രശ്നങ്ങളെ പ്രസ്തുത ലേഖനം വിശകലനം ചെയ്തിട്ടുണ്ടെന്നും ജൂറി വിലയിരുത്തി. അച്ചടി മാധ്യമങ്ങളിലെ മികച്ച റിപ്പോർട്ടിനുള്ള 2024-ലെ അവാർഡ് മെട്രോ വാർത്തയിലെ MB സന്തോഷ് കരസ്ഥമാക്കി. മെട്രോ വാർത്ത തിരുവനന്തപുരം ബ്യൂറോയിലെ അസോസിയേറ്റ് എഡിറ്ററാണ് സന്തോഷ്. മെട്രോ വാർത്തയിൽ 2024 ഡിസംബർ 24 മുതൽ 30 വരെ പ്രസിദ്ധീകരിച്ച മാറുന്ന പ്രകൃതി, മാറേണ്ട നമ്മൾ എന്ന പരമ്പരയാണ് സന്തോഷിനെ അവാർഡിന് അർഹനാക്കിയത്. 2 വർഷങ്ങളിലെയും അവാർഡ് നിർണയ സമിതിയുടെ അധ്യക്ഷൻ ഞാനായിരുന്നു. ശ്രീമതി KR ബീന, ദൂരദർശൻ മുൻ ന്യൂസ് ഡയറക്ടർ, ശ്രീ രാജേഷ് പിള്ള, ACV ജനം TV മുൻ CEO, ശ്രീ C റഹീം, മുൻ പത്രപ്രവർത്തകനും സാഹിത്യകാരനും, ശ്രീ പ്രമോദ്, ഹിന്ദു എഡിറ്റോറിയൽ വിഭാഗം മുൻ അംഗവും UNDP കൺസൾട്ടൻറ്റും എന്നിവർ 2023-ലെ അവാർഡ് നിർണയ കമ്മിറ്റിയിൽ അംഗങ്ങളായിരുന്നു. ശ്രീമതി PR ശാരദ, ദൂരദർശൻ മുൻ ന്യൂസ് ഡയറക്ടർ, ശ്രീ KV സുധാകരൻ, ദേശാഭിമാനി മുൻ ഡെപ്യൂട്ടി എഡിറ്ററും മുൻ വിവരാവകാശ കമ്മീഷണറും, ശ്രീ R രാജഗോപാൽ, മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ടെലിഗ്രാഫ് ഡെയിലി, ശ്രീ എബ്രഹാം മാത്യു, കൈരളി TV മുൻ ബ്യൂറോ ചീഫും മാതൃഭൂമി മുൻ ലേഖകനും എന്നിവർ 2024-ലെ അവാർഡ് വിധി. ഇത്തവണ 2 അവാർഡുകൾ ഒന്നിച്ചാണ് ഞങ്ങൾ കൊടുക്കുന്നത്. കാരണം ചില സാങ്കേതികമായ കാരണങ്ങളാൽ നിങ്ങൾക്കറിയാം, ഇതിൻ്റെ ഞങ്ങളുടെ സെക്രട്ടറി ആയിരുന്ന ഹരിയുടെ മരണമൊക്കെ ഈ കാലയളവിലാണ് നടന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് പല ബുദ്ധിമുട്ടുകൾ നിലവിൽ നിന്നതുകൊണ്ട് ആ അവാർഡുകൾ കൃത്യസമയത്ത് പ്രഖ്യാപിക്കാനോ കൊടുക്കാനോ ഒന്നും കഴിഞ്ഞിരുന്നില്ല. അതെല്ലാം കൂടി ഒന്നിച്ച് ഇത്തവണ ഞങ്ങൾ കൊടുക്കുകയാണ്. അത് എല്ലാ തവണയും നമ്മൾ തിരുവനന്തപുരത്ത് വെച്ചാണ് കൊടുക്കുന്നത്. അടുത്ത തവണ ഈ അവാർഡ് കൊടുക്കുന്നത്, ഈ 2 അവാർഡും ജനുവരി 10-ാം തീയതി എറണാകുളത്ത് വെച്ചാണ് നൽകാൻ പോകുന്നത്. അവിടെ 2 മന്ത്രിമാർ, ഒരു മന്ത്രിയും ഒരു പ്രതിപക്ഷ നേതാവും. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പിന്നീട് തരും. അവരുടെ നേതൃത്വത്തിലായിരിക്കും ഈ 2 അവാർഡുകളും വിതരണം ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഒരു വ്യത്യസ്തമായ ഭൂപ്രദേശവും വ്യത്യസ്തമായ തീരുമാനങ്ങളും എടുത്തുകൊണ്ടാണ് ഇത്തവണത്തെ അവാർഡ് ഈ രീതിയിൽ ഒന്നിച്ച് പ്രഖ്യാപിക്കാൻ ഇടയായത്.